ഗീത ഫോർ ഓൾ എന്ന എൻ്റെ ആദ്യത്തെ ഓഡിയോ റെക്കോർഡിങ്ങിൽ ഞാൻ ഭഗവത്ഗീതയുടെ ഒരു ഇൻട്രഡക്ഷനാണ് നൽകിയിരുന്നത്. ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയ ദിവ്യ ഉപദേശങ്ങളാണ് ഭഗവത്ഗീത എന്ന ഗീതാമൃതം. ഗീത എന്നും എല്ലാ കാലത്തും എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. നമ്മെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ഗീതാജ്ഞാനം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് നമുക്ക് നോക്കാം. മഹാഭാരത യുദ്ധക്കളത്തിൽ സ്വജനങ്ങളെ വധിക്കാനുള്ള ദുഃഖം കൊണ്ട് മനസ്സ് തളർന്ന അർജുനന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ച് അവനെ ധാർമ്മികമായി ഉണർത്തി കർമ്മോത്സുകനാക്കി യുദ്ധത്തിലോട്ട് നയിച്ചു. ഇതേ മനോഭാവമാണ് നമുക്കും ഉള്ളത്. നമുക്ക് നമ്മുടെ സ്വന്തം ആളുകളോട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോട്, നമുക്ക് സുഖം തരുന്നവരോട് അതിയായ സ്നേഹവും മമതയും അടുപ്പവും, എന്നാൽ വേണ്ടാത്തവരോടും വേണ്ടാത്തവയോടും വെറുപ്പും വിദ്വേഷവും ആണ് തോന്നുന്നത്. ഇങ്ങനെ ദ്വന്ദ്വഭാവങ്ങൾ മാറി മാറി വന്ന് നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കി യുദ്ധക്കളമാക്കി മാറ്റുന്നു. ഈ യുദ്ധരംഗത്തിൽപ്പെട്ട് ഏത് ശരി ഏത് തെറ്റെന്നറിയാതെ നാമും പരിഭ്രമിച്ച് തളരും. ഈ സമയത്ത് നമ്മെ ധാർമ്മികമായി ഉപദേശിക്കാനും ജീവിതപാതയിൽ നയിക്കാനും നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രകാശിക്കുന്ന ജീവാത്മ ചൈതന്യത്തിനെ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് സാംഖ്യയോഗത്തിലൂടെ പരിചയപ്പെടുത്തി തരും. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ സാംഖ്യയോഗം ഭഗവാൻ ഉപദേശിക്കുന്നു. നമുക്ക് സാംഖ്യയോഗം ശ്രവിക്കാം. പ്രപഞ്ചരൂപിയായ പരമാത്മാവിൽ നിന്ന് ജീവാത്മാവ് ഓരോ ശരീരത്തിലും പ്രവേശിക്കുന്നു. കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയാണ് ജീവാത്മാവ് ശരീരങ്ങളിൽ പ്രവേശിക്കുന്നത്. ഇങ്ങനെ ജീവാത്മാവ് പ്രാണരൂപത്തിൽ ശരീരം മുഴുവൻ വ്യാപിച്ചുകൊണ്ട് ശരീരത്തിന് എല്ലാ കഴിവുകളും തന്ന് കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. കർമ്മം തീരുമ്പോൾ ആത്മാവ് ശരീരം വിട്ട് വേറൊരു ശരീരത്തിൽ പ്രവേശിച്ച് കർമ്മങ്ങൾ തുടരുന്നു. ആത്മാവ് ശരീരം ത്യജിക്കുന്നതിനെ അല്ലെങ്കിൽ വിടുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. ശരീരത്തിനാണ് മരണം. ശരീരം നാശമുള്ളതും ജഡവുമാണ്. ആത്മാവ് ജനന മരണങ്ങളില്ലാത്തതും നാശമില്ലാത്തതും ആർക്കും നശിപ്പിക്കാൻ പറ്റാത്തതും എന്നെന്നും ഉള്ളതുമാണ്. ആത്മാവ് മനോബുദ്ധികൾക്കോ ഇന്ദ്രിയങ്ങൾക്കോ വിഷയമല്ല. ഇങ്ങനെ നാശമില്ലാത്ത ആത്മാവ് നാശമുള്ള ശരീരത്തിൽ താൽക്കാലികമായി വസിക്കുന്നു. ആത്മാവിന് ഉടുക്കാനുള്ള വസ്ത്രമായിട്ടാണ് ഭഗവത്ഗീതയിൽ ശരീരത്തിനെ പറഞ്ഞിരിക്കുന്നത്. വസ്ത്രം മുഷിയുമ്പോൾ അത് കളഞ്ഞ് നാം പുതിയ വസ്ത്രങ്ങൾ അണിയുന്നത് പോലെ ശരീരം ജീർണിക്കുമ്പോൾ ആത്മാവ് ആ ശരീരം കളഞ്ഞ് പുതിയ ശരീരത്തിനെ സ്വീകരിക്കുന്നു. ഇനി ഈ ജീവാത്മാവ് ഉള്ളിൽ പ്രകാശിക്കുന്നത് നാം അറിയുന്നില്ല. കാരണം നമ്മുടെ മനസ്സ് പലവിധത്തിലുള്ള ചിന്തകളാൽ അജ്ഞതയിലും അറിവില്ലായ്മയിലും മുഴുകി ഇരുണ്ട് കിടക്കുകയാണ്. സാംഖ്യയോഗത്തിലൂടെ ജീവാത്മാവിനെ അറിഞ്ഞുകൊണ്ട് ആത്മസമർപ്പണത്തോടെ, അതായത് ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്യാൻ നാം ശ്രമം തുടങ്ങണം. ഇങ്ങനെ കർമ്മങ്ങളെ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് കർമ്മയോഗം. തുടർന്ന് ഭഗവാനിൽ നിന്ന് കർമ്മയോഗം എന്ന ഉപദേശം നമുക്ക് കേൾക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.